അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. എല്ലാ രോഗവും നൽകുന്നവൻ അല്ലാഹുവാണ്. അതിന് എല്ലാത്തിനും മരുന്നും അവൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ രോഗം ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ മരുന്നും ഇറക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് കഫശല്യം. കഫം കൂടിയാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകും. മൂക്കടയുകയും പിന്നെ മൂക്കൊലിപ്പും തലവേദനയും അങ്ങനെ വേണ്ട പലവിധ ബുദ്ധിമുട്ടുകൾ, ശ്വാസതടസ്സം പോലുള്ളവ അനുഭവിക്കേണ്ടി വരും. ഇത് പെട്ടെന്ന് മാറാൻ മഹാന്മാർ പഠിപ്പിച്ച ഒരു വളരെ ഫലവത്തായ ഒരു വഴിയാണ് പറയുന്നത്. ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇസ്ലാമികപരമായ അല്ലെങ്കിൽ ഖുർആനികപരമായ ചികിത്സ ചെയ്യുമ്പോൾ അതിന് ഒന്നാമതായി വേണ്ടത് അടിയുറച്ച വിശ്വാസമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിനും വളരെ വലിയ ഫലം നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇത് അനുഭവമാണ് പറയുന്നത്. വിശ്വാസം കുറഞ്ഞാൽ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് ഫലം തന്നു തരില്ല. അതിന് ചെയ്യേണ്ടത് 7 ഉപ്പിൻ കല്ലെടുക്കുക. കല്ലുപ്പ് എടുക്കണം. കല്ലുപ്പ് 7 കഷ്ണം, 7 പിന്നെ കല്ലുപ്പ് എടുക്കുക. ഒരു കല്ലുപ്പ് എടുത്ത് അതിൽ രാവിലെ വെറും വയറ്റിൽ ഒരു കല്ലുപ്പ് എടുക്കുക. അതിൽ ഒരായത്തിൽ കുറിച്ച് ഓതുക. ആ കല്ലുപ്പ് കഴിക്കുക. ഇങ്ങനെ തുടർച്ചയായി 7 ദിവസം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കഫശല്യം പൂർണ്ണമായി മാറിക്കിട്ടുന്നതാണ്. കഫശല്യമുള്ളവർ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.